മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 69-ാമത്തെ ദശകത്തിൽ 3-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. വാസുദേവ തവ ഭാസമാനമിഹ രാസകേളിരസസൗരഭം ദൂരതോപി ഖലു നാരദാഗതിതമാകലയ്യ പുരുകാകുലാ വേഷഭൂഷണവിലാസപേശലവിലാസിനീ ശതസമാവൃതാ നാഗതോ യുഗപദാഗതാ വിയതി വേഗതോധസുരമണ്ഡലീ. ഭഗവാന്റെ രാസക്രീഡ തുടങ്ങിയതായിട്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഓരോരോ ഇരുണ്ട ഗോപസ്ത്രീകളുടെ ഇടയിലൊക്കെ നടുക്കിലായിട്ട് ഭഗവാൻ അങ്ങനെ രാസക്രീഡ നടത്തി താളാത്മകമായിട്ട് ചലിച്ചുകൊണ്ട് രാസക്രീഡ നടത്താൻ തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പം ഇനി ഈ ഭഗവാന്റെ ക്രീഡ കേട്ടിട്ട് ഭഗവാന്റെ ക്രീഡയെക്കുറിച്ച് കേട്ടിട്ട് ദേവഗണങ്ങളൊക്കെ ആകാശത്തിൽ വന്ന് നിരന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. വാസുദേവ അല്ലയോ വാസുദേവ, വസുദേവപുത്രനായ ഭഗവാനെ കൃഷ്ണ, ശ്രീകൃഷ്ണ, തവ ഭാസമാനമിഹ തവ അങ്ങയുടെ ഭാസമാനം ശോഭിക്കുന്നതായിട്ടുള്ള ഇഹ, അതായത് ഈ രാസക്രീഡാ വിഷയത്തിൽ രാസക്രീഡയിൽ തൽപരനായിട്ടുള്ള അങ്ങയുടെ ഏർപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ശോഭിക്കുന്നതായിട്ടുള്ള ആ രാസകേളി രസ സൗരഭം, രാസകേളിയിലെ രാസക്രീഡയിലെ രസം, അതിലുള്ളതായിട്ടുള്ള ആനന്ദ അതിരേകം, ആ ആനന്ദാതിരേകത്തിൻ്റെ മനോഹാരിത സൗരഭം, അതിൻ്റെ സൗരഭം എന്ന് പറഞ്ഞാൽ ശരിക്ക് സുഗന്ധം എന്നുള്ള സുരഭി എന്നൊക്കെ ഉള്ളത് സുഗന്ധത്തിനെ പറ്റി പറയണതാണ്. പക്ഷെ ആ സുഗന്ധിയുടെ ഭാവം, സുഗന്ധത്തിൻ്റെ ഭാവം അവിടെ സൗരഭ്യം എന്നുള്ളത് ഇവിടെ മനോഹാരിത എന്നുള്ള രാസകേളിയുടെ ആവുമ്പോൾ അവിടെ സൗരഭ്യ വാസനയല്ലല്ലോ, അവിടെ ഉള്ളത് മനോഹാരിത, അതിൻ്റേതായിട്ടുള്ള ആ ആശ്ചര്യകരമായിട്ടുള്ള മനോഹാരിതയെക്കുറിച്ച് ദൂരതഃ അഭി, ദൂരത്തു നിന്ന് തന്നെ, ദൂരതോപി ഖലു നാരദാഗതിതം, നാരദനാൽ പറയപ്പെട്ടത്, ആഗതിതം പറയപ്പെട്ടത്, ആ സമന്താൽ ഗതിതം എന്നുള്ളതാണ് ആഗതിതം. അതായത് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കേണ്ട നാരദൻ ഇവിടെ ഭഗവാന്റെ ഈ രാസക്രീഡയുടെ ആ കേമത്വം, അതിൻ്റെ മനോഹാരിതയെക്കുറിച്ച് ദേവന്മാരോടൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാണ്. നാരദ ആഗതിതം, നാരദനാൽ വിസ്തരിച്ച് പറയപ്പെട്ടതായിട്ട് ആകലയ്യ, അറിഞ്ഞിട്ട്, നാരദൻ പറഞ്ഞത് അവരൊക്കെ കേട്ടു. അങ്ങനെ കേട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ആകലയ്യ കുതുകാകുല, കൗതുകം കൊണ്ട് ആകുലരായിട്ട്, വളരെ അധികം കൗതുകത്തോടു കൂടിയവരായി. കൗതുകേന ആകലയ്യ, കൗതുകം കൊണ്ട് കുതുകം കൊണ്ട് ആകുലരായിട്ടുള്ള ദേവസമൂഹം, സുരമണ്ഡലി എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ സമൂഹം, കൂട്ടം, ദേവസമൂഹം. വേഗതഃ വളരെ വേഗത്തിൽ തന്നെ, നാഗതഃ സ്വർഗത്തിൽ നിന്ന്, നാഗതഃ തസിൽ എന്നുള്ളതായിട്ടുള്ള ഒരു പ്രത്യയമാണ് അവിടെ, പഞ്ചമിയുടെ അർത്ഥത്തിലാണത് പ്രയോഗിച്ചിരിക്കുന്നത്. നാഗതഃ സ്വർഗത്തിൽ നിന്ന്, നാഗം സ്വർഗം. യുഗപത് ആഗതാ വിയതി, വിയതി ആകാശത്തിൽ, വിയത് എന്ന് പറഞ്ഞാൽ ആകാശം, വിയതി ആകാശത്തിൽ, വേഗതഃ ആഗത, യുഗപത് ആഗത പെട്ടെന്ന് ഒന്നിച്ച്, യുഗപത് ഒന്നിച്ച്, ആഗത എത്തിച്ചേർന്നു. ആ ദേവന്മാരൊക്കെ ഒരുമിച്ച്, എല്ലാവരും വേഗം നാരദൻ പറയണത് കേട്ടപ്പോഴേക്കും എല്ലാ ദേവന്മാരും ഒരുമിച്ച് അവിടെ എത്തി. ഈ രാസക്രീഡ കാണാനായിട്ട്, ഭഗവാന്റെ രാസക്രീഡ കാണാനായിട്ട് എല്ലാവരും ആകാശത്തിൽ വന്ന് നിരന്നു എന്നാണ് പറയണത്. ഇനി അവർ മാത്രമല്ല, ദേവന്മാർ മാത്രമല്ല, ദേവസമൂഹം എന്ന് പറയുമ്പോൾ ദേവന്മാർ മാത്രമല്ല, അവരുടെ ഒപ്പം ആ സ്ത്രീകൾ, അവരുടെയൊക്കെ ദേവസ്ത്രീകളും ഉണ്ട് എന്നാണ്. എങ്ങനെയാണത്? ദൂരതോപി ഖലു നാരദാഗതിതമാകലയ്യ കുതുകാകുല, കുതുകത്തോടുകൂടി
വേഷഭൂഷണ വിലാസ പേശല വിലാസിനീശത സമാവൃത. വിലാസിനീശത, വിലാസിനി സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ. ആ സ്ത്രീ നൂറുകണക്കിനുള്ളതായിട്ടുള്ള ദേവസ്ത്രീകളോടുകൂടി വിലാസിനി സമാവൃത ചുറ്റപ്പെട്ടുകൊണ്ട് അവരോടൊപ്പം ദേവസ്ത്രീകളോടൊപ്പം നൂറുകണക്കിന് ദേവസ്ത്രീകളോ ചുറ്റപ്പെട്ടുകൊണ്ട് ചുറ്റപ്പെട്ടുകൊണ്ട്, അതായത് ദേവസ്ത്രീകളോടുകൂടി എന്നർത്ഥം. ദേവന്മാർ ദേവസ്ത്രീകളോടുകൂടി. ഇങ്ങനെയുള്ള ദേവസ്ത്രീകളുടെ വിശേഷണമാണ് ഇനി പറയുന്നത്. വേഷഭൂഷണ വിലാസ പേശല വിലാസിനി. വേഷം വസ്ത്രാദികൾ, ഭൂഷണം അലങ്കാരങ്ങൾ, ആഭരണങ്ങൾ. വേഷം കൊണ്ടും ഭൂഷണങ്ങളെ കൊണ്ടും വിലാസങ്ങളെ കൊണ്ടും, വിലാസങ്ങളെ ശൃംഗാരാദി രസങ്ങളെ ദ്യോതിപ്പിക്കുന്നതായിട്ടുള്ള ചേഷ്ടകൾ, അങ്ങനെയുള്ളതായിട്ടുള്ള ചേഷ്ടകളെ കൊണ്ടും വിലാസ പേശല അതിലൊക്കെ സമർത്ഥരായിട്ടുള്ള പേശലന്മാരായിട്ടുള്ള സമർത്ഥരായിട്ടുള്ള വിലാസിനികൾ, സുന്ദരികളായിട്ടുള്ള ദേവസ്ത്രീകൾ. ആ ദേവസ്ത്രീകളോട് കൂടി സമാവൃത അവരാൽ ചുറ്റപ്പെട്ടുകൊണ്ട് ആകാശത്തിൽ അങ്ങനെ പെട്ടെന്ന് എല്ലാവരും കൂടി വളരെ വേഗം ഈ നാരദൻ പറയുന്നത് കേട്ടപ്പോഴേക്കും എല്ലാവരും പെട്ടെന്ന് ഒന്നിച്ച് അവിടെ ഞങ്ങൾ ആകാശത്തിൽ വന്ന് നിരന്നു എന്നാണ് പറയുന്നത്. വാസുദേവ, അല്ലയോ വാസുദേവ, തവ അങ്ങയുടെ ഭാസമാനം വളരെയധികം പ്രകാശിക്കുന്നതായിട്ടുള്ള ശോഭിക്കുന്നതായിട്ടുള്ള ഈ രാസകേളി രസസൗരഭം, രാസക്രീഡയുടെ രാസകേളി രസം അതിൻ്റെ ആനന്ദാതിരേകം, ആ ആനന്ദാതിരേകം കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള ആ മനോഹാരിതയെക്കുറിച്ച് ദൂരത അഭി വളരെ ദൂരത്തു നിന്ന് തന്നെ നാരദാഗതിതം നാരദനാൽ പറയപ്പെട്ടതായിട്ട്, വിസ്തരിച്ച് പറയപ്പെട്ടതായിട്ട്. നാരദന് അങ്ങനെയാണല്ലോ എല്ലാ വിവരങ്ങളൊക്കെ വേണ്ട വിധത്തിലൊക്കെ എത്തിച്ചോളും നാരദൻ. അപ്പം അങ്ങനെ ഇവിടെ ഈ രാസക്രീഡ തുടങ്ങിയിട്ടുള്ളതായിട്ടുള്ള വിവരം നാരദൻ ദേവന്മാരെയൊക്കെ ചെന്ന് അറിയിച്ചു എന്നാണ്. അങ്ങനെ ആ നാരദാഗതിതം, നാരദനാൽ ആഗതിതമായിട്ട് വിസ്തരിച്ച് പറയപ്പെട്ടതായിട്ട് ആകലയ്യ മനസ്സിലാക്കിയിട്ട് വേഷഭൂഷണ വിലാസ പേശല വിലാസിനി ശതസമാവൃത വേഷങ്ങൾ, വസ്ത്രങ്ങൾ, ഭൂഷണം ആഭരണങ്ങൾ, അതുമാതിരി വേഷഭൂഷണ വിലാസങ്ങളെ ശൃംഗാരാദി ചേഷ്ടകളെ രസങ്ങളെ ദ്യോതിപ്പിക്കുന്നതായിട്ടുള്ള ചേഷ്ടകൾ. അങ്ങനെ ഇതിലൊക്കെ സമർത്ഥരായിട്ടുള്ള വിലാസിനികളായിട്ടുള്ള സ്ത്രീകളുടെ നൂറുകണക്കിനുള്ളതായിട്ടുള്ള ദേവസ്ത്രീകളോടുകൂടി, ദേവസ്ത്രീകളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് ദേവസ്ത്രീകളോടുകൂടി നാഗത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് യുഗപത് ആഗത ഒന്നിച്ച് എത്തി എന്നാണ്. വന്നു ചേർന്നു. ഇവിടെ വിയതി ആകാശത്തിൽ. ഈ അദ്ദേഹത്തിൻ്റെ രാസക്രീഡ കാണാനായിട്ട് ദേവസമൂഹം ദേവസ്ത്രീകളോടുകൂടി ആകാശത്തിൽ വന്ന് നിറഞ്ഞു എന്നാണ്. നാഗതോ യുഗപദാഗത വിയതി ആകാശത്തിൽ. വേഗത അഥ സുരമണ്ഡലി ദേവ സമൂഹം വിയതി ആഗത വിയത്തിൽ ആകാശത്തിൽ വന്നു. വേഗത ആഗത വേഗത്തിൽ എത്തിച്ചേർന്നു എന്ന് അർത്ഥം. വാസുദേവ തവ ഭാസമാനമിക രാസകേളിരസസൗരഭം ദൂരതോപി ഖലു നാരദാഗതിതമാകലയ്യ കുതുകാകുല വേഷഭൂഷണ വിലാസ പേശല വിലാസിനീ ശതസമാവൃത നാഗതോ യുഗപദാഗത പിയതി വേഗതോഥ സുരമണ്ഡലി. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. വാസുദേവന വിടുന്നു ചെയ്ത രസരാസകേളിയുടെ വൈഭവം നാരദന്റെ വചനം ശ്രവിച്ചു ബത കൗതുകം വളരെയേറെയായി. വേഷമാഭരണ നർമ്മ ഭാഷണമിവയ്ക്കു നല്ല കഴിവുള്ളതാം നൂറു സുരസുന്ദരീ സഹിതമംബരേ അമരരെത്തി പോൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.